ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ അതിമനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുക, ഒരു വ്യക്തി വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അതിന് ഈശോ കൊടുക്കുന്ന ഒരു പ്രത്യുത്തരമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യത്തിൽ ആദ്യ ഭാഗം ഇങ്ങനെ കൊടുക്കുന്നത്, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗം മൊത്തം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഇടുങ്ങിയ വാതിൽ നിന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയെ തന്നെയാണ്. ഈശോയിലൂടെ പ്രവേശിക്കാതെ ആർക്കും തന്നെ രക്ഷ നേടാനാവില്ല. നമുക്കറിയാം, ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിന് വീതി കുറവായിരിക്കാം, ഉയരമില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഈശോയിലൂടെ പ്രവേശിക്കുമ്പോൾ, ഈശോ ആകുന്ന വാതിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഭാണ്ഡക്കെട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞാലേ നമുക്ക് അവനിലൂടെ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ ഈ ഭാണ്ഡക്കെട്ടുകൾ കോപത്തിൻ്റെ ആവാം, ദേഷ്യത്തിൻ്റെ ആവാം, അസൂയയുടെ, വഞ്ചനയുടെയോ, ചതിയുടെയോ, അതുപോലെ തന്നെ അഴിമതിയുടെയോ, പലതരം തിന്മകളുടെയൊക്കെ ആവാം. ഇതൊക്കെ ദൂരെ എറിഞ്ഞാലേ നമുക്ക് ഈശോയാകുന്ന വാതിലൂടെ അവനിലൂടെ അവൻ കാണിച്ചു തരുന്ന രക്ഷയിലേക്ക്, അവൻ കാണിച്ചു തരുന്ന ദൈവരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ മിഷണറിമാർക്കുള്ളൊരു മീറ്റിങ്ങിൽ അവരെ അഭിസംബോധന ചെയ്തതിന് ശേഷം അവരോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് പകരം ജനങ്ങളിലുള്ള ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്നാണ് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ അവരോട് പറയുക. പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കുന്ന പല സങ്കല്പങ്ങളും പല കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എപ്പോഴും ഈശോ കാണുന്ന സങ്കല്പങ്ങൾ, ഈശോ കാണുന്ന കാഴ്ചപ്പാടുകൾ. അതും നമ്മളെക്കുറിച്ച്. ഈശോ മാത്രമാണ് അന്തിമമായ രക്ഷ. അവനിലൂടെ മാത്രമേ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിയായ വഴി കാണിച്ചു തരുമ്പോൾ തെറ്റായ മാർഗത്തിലൂടെ ചരിക്കുക സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രവണത എന്ന് പറയും. ഇസ്രായേൽ ജനവും ഇതുപോലെ തന്നെയൊക്കെയായിരുന്നു. ദൈവം കാണിച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് എപ്പോഴും വിപരീതമായി ചലിക്കാനായിട്ട് ആഗ്രഹിച്ചവരായിരുന്നു ഇസ്രായേൽ ജനമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ക്രിസ്തു കാണിച്ചു തരുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചലിക്കാനായിട്ട് നമ്മൾ എപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. ഒരു മാധ്യമപ്രവർത്തകൻ തൻ്റെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കാണുകയാണ്, ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അകത്തോട്ട് മാറിയിട്ട് ഭയങ്കര പ്രതിഷേധ ജ്വാലയും സമരമൊക്കെ നടക്കുക. ഭയങ്കര കലുഷിതമായൊരു ചുറ്റുപാട്. അദ്ദേഹം തൻ്റെ ബൈക്കുമായിട്ട് അങ്ങോട്ട് ചെന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് സംഭവിച്ചു, എന്താണ് ഇത്രയധികം പ്രതിഷേധമൊക്കെ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ആ നാട്ടുകാരൻ പറഞ്ഞൊരു ഉത്തരം എങ്ങനെയാണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്കൂടെ ഒരു റെയിൽവേ പാത കടന്നു പോകുന്നുണ്ട്. അതിന് മുകളിലൂടെ ഒരു റെയിൽവേ പാലം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് നാട്ടുകാർ ഇവിടെ പ്രതിഷേധമൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രതിഷേധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. ആ നാട്ടുകാരൻ പറഞ്ഞ് ശരിയായിരുന്നു. കാരണം അവിടെ ഒരുപാട് പേര് ട്രെയിൻ അപകടങ്ങളിൽ പാളം മുറിച്ച് കിടക്കുമ്പോൾ അപകടപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഈ മാധ്യമപ്രവർത്തകൻ ഈ വാർത്തയും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പോയി. തുടർന്ന് കുറേ നാളുകൾക്ക് ശേഷം അതേ സ്ഥലത്ത് തന്നെ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കാണുക, അധികാരികൾ പണിതു കൊടുത്ത റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ അതിമനോഹരമായ കൈവരികളോടുകൂടിയ റെയിൽവേ പാലത്തിൻ്റെ കൈവരികളും പാതയും, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി ചെന്ന് റെയിൽവേ പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കുവാനുള്ള വഴികളൊക്കെയും തുറന്നിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മാധ്യമപ്രവർത്തനം കൃത്യമായി മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടുകാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഈ റെയിൽവേ മേൽപ്പാലം വന്നതിന് ശേഷം കുറച്ച് മാസങ്ങളോളം അവരത് അതിമനോഹരമായി ഉപയോഗിച്ചു. പക്ഷേ പിന്നീട് നാട്ടുകാർ തിരിച്ചറിയുകയാണ്, ഈ റെയിൽവേ മേൽപ്പാലത്തിലൂടെ കയറി ഇറങ്ങുന്ന സമയമുണ്ടെങ്കിൽ അതിവേഗം റെയിൽവേ പാളം മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാമെന്ന്. കയറ്റം കയറുന്നതിൻ്റെ സമയവും ഇറങ്ങുന്നതിൻ്റെ സമയവും അത്രയും വേസ്റ്റാകുന്ന എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാളും വേഗത്തിൽ റെയിൽവേ പാളം മുറിച്ച് കിടക്കാമെന്ന് അവരിലുണ്ടാക്കിയ ഒരു ബോധ്യമാണ് പിന്നീടും തുടരപകടങ്ങളിലേക്ക് നയിക്കുക എന്ന് മാധ്യമപ്രവർത്തകൻ അവസാനമായിട്ട് കണ്ടെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ എന്ന ഇടുങ്ങിയ വാതിലും ഇതുപോലെയൊക്കെ തന്നെ അതിമനോഹരമായ ആ വാതിലിലൂടെ അപ്പുറം കടക്കുമ്പോൾ ക്രിസ്തു കാണിച്ചു തരുന്ന വിശാലമായൊരു ലോകമുണ്ട് നമുക്ക്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപകടങ്ങൾ നിറഞ്ഞ പല വാതിലുകളിലൂടെയും നമ്മൾ പ്രവേശിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ ഈശോ കാണിച്ചു തരുന്ന ആ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിൽ സഹനങ്ങളുടെയും ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെയും ആവിർഭാവം ഉണ്ടാവാനായിട്ട് സാധിക്കും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലയിൽ, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവൻ്റെ സങ്കല്പങ്ങൾക്കൊത്ത രീതിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിവിശാലമായ ലോകത്തിലേക്ക് ക്രിസ്തു നമ്മളെ കാണിച്ചു തരുന്ന ആ പാത
അത് എന്നും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനും കൂടി സഹായകമാകുമെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തു കാണിച്ചു തന്ന അറിവിൻ്റെ പാതയിലേക്ക് തിരിച്ചറിവോടുകൂടി നടന്നടുത്തവരെയാണ് ക്രൈസ്തവ സഭ എന്നും വിശുദ്ധരെന്ന് വിശേഷിപ്പിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ മാതൃകകളായിട്ട് ഒരുപാട് വിശുദ്ധരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈശോ കാണിച്ചു തന്ന പാതയിലൂടെ നടന്ന് ഈശോ കാണിച്ചു തന്ന ആ പ്രവേശന കവാടത്തിലൂടെ കടന്നവരൊക്കെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈശോയിൽ നിന്ന് മാറി നടക്കാനാവുക? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ വഴികൾ തെറ്റായിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു നടക്കാം. ക്രിസ്തു ഇപ്പോഴും ആ ഇടുങ്ങിയ വാതിലിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ ആ വാതിലിൻ്റെ പ്രവേശന കവാടം ഇപ്പോഴും നമുക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴെങ്കിലേക്കും ഈശോയെ പകുത്തു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ആദ്യം തന്നെ ഈശോയെ ജീവിച്ച് കാണിക്കണം. ക്രിസ്തു ആഗ്രഹിക്കുന്നത് മതിലിൽ എഴുതി വയ്ക്കുന്ന വചനങ്ങളെയോ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുകയോ മാത്രമല്ല, വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക, നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കുക, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് പകുത്തു കൊടുക്കുക. അതൊക്കെയാണ് ക്രിസ്തു ആഗ്രഹിക്കുക. അതിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കുക. ക്രിസ്തു ആഗ്രഹിക്കുന്ന ആ സങ്കല്പങ്ങൾക്കൊത്ത വിധം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് അവൻ കാണിച്ചു തരുന്ന ആ ഇടുങ്ങിയ പാതയിലൂടെ പ്രവേശിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും അത്യുന്നതനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.